ഇന്ത്യ നയതന്ത്രം പരിമിതപ്പെടുത്തിയതിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ നാളെ ദേശീയ സുരക്ഷാ സമിതി ചേരും. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. അതിനിടെ പ്രകോപന പ്രസ്താവനയുമായി പാക് IT മന്ത്രി അസ്മാ ബുഖാരി രംഗത്തെത്തി. അഭിനന്ദൻ വർദ്ധമാൻ സംഭവം ഓർമ്മിപ്പിച്ച് മന്ത്രി അസ്മാ ബുഖാരി, അന്ന് അഭിനന്ദനെ ചായ കൊടുത്ത് പറഞ്ഞു വിട്ടു, ഇനി അതുണ്ടാകില്ല. ഇന്ത്യയിൽ നിന്നുള്ള ഏത് ആക്രമണവും നേരിടാൻ തയ്യാറെന്നും മന്ത്രി പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. ശ്രീനാഥ്, ഏതായാലും കനത്ത നയതന്ത്ര പ്രഹരം അത് പാകിസ്ഥാനെ പൊള്ളിച്ചു വന്ന് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്നൊരു പ്രകോപനപരമായ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായ തിരിച്ചടിയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ തരത്തിലുള്ള പരിഹാസ രൂപേണയുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. അഭിനന്ദൻ വർത്തമാൻ സംഭവമൊക്കെ തന്നെ പരിഹസിക്കാനുള്ള ഒരു കാര്യമായി പാകിസ്ഥാൻ ഉയർത്തി കാണിക്കുമ്പോൾ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ദേഷ്യം, ആ ഒരു പ്രകോപനം അത് എത്രത്തോളം വർദ്ധിപ്പിക്കും എന്ന കാര്യം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പാക് ജനത തന്നെ അനുഭവിക്കേണ്ടി വന്നേക്കും. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന നടപടികളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഒരു ഉന്നതതല യോഗം നാളെ ചേരുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. അതിലേക്ക് പ്രധാനപ്പെട്ട മന്ത്രിമാരെയും സൈനിക മേധാവിമാരെയും വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഏത് തരത്തിലുള്ള ഒരു റിറ്റാലിയേഷൻ, ഒരു തിരിച്ചടി പദ്ധതി ഇടണം എന്നതൊക്കെയാണ് ഇവരുടെ ആലോചന, പാകിസ്ഥാന്റെ ആലോചന. അതേസമയം ഇന്ത്യ ഏതായാലും ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ്. അതിർത്തി കടന്നുള്ള ഒരു ആക്രമണത്തിലേക്കൊന്നും ഇന്ത്യ ഈ ഘട്ടത്തിൽ പോയിട്ടില്ല. എന്നാൽ പോലും അതിർത്തികളിൽ പാകിസ്ഥാൻ വലിയ ഒരു സുരക്ഷ അവരുടെ സേനാ ഏജൻസികളൊക്കെ തന്നെ തയ്യാറാക്കി നിർത്തുന്നുണ്ട്. ഒരു തിരിച്ചടി ഉണ്ടാകുമെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാക്കി നിർത്തുന്നുണ്ട് എന്നതാണ് സൂചന. ഏതായാലും നാളത്തെ യോഗം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.